ഹലോ നമസ്കാരം ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ്. യൂട്യൂബേഴ്സ് ഒരുപാട്, അതായത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഡെയിലി ചാനലുകൾ ഫോളോ ചെയ്യുന്ന ആളുകൾക്കും വേണ്ടിയിട്ടുള്ള നല്ലൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞു പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മിക്ക ആളുകളും പറയാറുണ്ട്. ചാനൽ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ എങ്ങനെയാണ് കൂട്ടുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഒരു യൂട്യൂബേഴ്സ് ആകുമ്പോൾ തന്നെ, ഒരു യൂട്യൂബർ ആയാൽ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ടൈം ഫോളോ ചെയ്യണം. അതായത് ടൈം, ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ ഏത് സമയത്താണ് നിങ്ങൾ ഇടുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കാലത്ത് നിങ്ങളൊരു മോർണിംഗ് ഇപ്പോൾ ഒരു 10 o'clock വീഡിയോ ഇടുന്നതെങ്കിൽ അതേ സമയം തന്നെ എല്ലാ ദിവസവും ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ വീക്കിലി ഇപ്പോൾ ഒരു 1 time അല്ലെങ്കിൽ വീക്കിലി 2 ടൈമിൽ അല്ലെങ്കിൽ 2 ടൈമായിട്ടാണെങ്കിൽ ഏത് സമയത്താണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ടൊരു സമയം ഫോളോ ചെയ്യുക. അപ്പോൾ കാലത്ത് ചിലവർ വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാലത്ത് എത്ര മണിക്ക്, ഇപ്പോൾ 8 മണിക്കാണെന്നുണ്ടെങ്കിൽ 8 മണിക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിങ്ങൾ ഒരു ദിവസം പോലും ലീവില്ലാതെ തന്നെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ആവുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും. കൂടാതെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, ഒരു ടൈം ഫോളോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇടുന്ന വീഡിയോസിനെല്ലാം വന്നിട്ട് തംബ്നെയിൽ കറക്റ്റായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് അത് കാഴ്ചക്കാർക്ക് നിങ്ങൾ ചെയ്യുന്ന വീഡിയോസുകൾ നോട്ടിഫിക്കേഷനായിട്ട് അവരുടെ കയ്യിലെത്തുന്ന സമയത്ത്, നിങ്ങളുടെ മുന്നിലെത്തുന്ന സമയത്ത്, ഓട്ടോമാറ്റിക്കായിട്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ മുന്നിലെത്തുന്ന സമയത്ത് ആ കറക്റ്റ് എന്താണോ വിഷയം എന്നുള്ളത് സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് തംബ്നെയിൽ വളരെ വ്യക്തമായിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ നമ്മൾ തംബ്നെയിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവ പറഞ്ഞിട്ടുള്ള നമ്മളുടെ പ്ലേ സ്റ്റോറിൽ പോയി പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് കൂടുതൽ നമ്മളുടെ കാഴ്ചക്കാരെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുവാൻ വളരെ ഉപകാരപ്പെടും. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഏത് മൊബൈലിൽ വേണമെങ്കിലും നമ്മൾക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞ് HD ക്വാളിറ്റിയിൽ തന്നെ നമ്മൾക്ക് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഉണ്ടാവും. അത് ഏത് ആപ്ലിക്കേഷനിൽ വേണമെങ്കിലും നമ്മൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം. അത് ഇൻഷോട്ട് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റർ ഉണ്ട്. എല്ലാന്നുണ്ടെങ്കിൽ VN പറഞ്ഞിട്ടുള്ള ഒരു പ്ലേ സ്റ്റോറിൽ പോയാൽ നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. VNൽ നമ്മൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കൈൻ മാസ്റ്റർ പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിലും വീഡിയോ എഡിറ്റ് ചെയ്യാം. വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന ടൈം ഷെഡ്യൂൾ നിങ്ങൾ തന്നെ തീരുമാനിച്ച് ആ ഒരു കൃത്യസമയം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ കഴിയും. ഇപ്പോൾ ഞങ്ങൾ ഫാമിലി വീഡിയോസാണ് ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ്, കോമഡീസ്, അതുപോലെ തന്നെ നമ്മൾ ഫാമിലിയിലുള്ള വ്ളോഗ്സൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ ഇമ്പ്രസ് ആയിട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ എടുക്കാറുള്ളത്. അതിന് നമ്മൾ KL ബ്രോയിഡ ഉണ്ട്, അതുപോലെ തന്നെ മറ്റേ KL8 പറഞ്ഞിട്ട് നമ്മുടെ തൃശ്ശൂരുകാരുടെ വീഡിയോസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പാലക്കാട്ടിലെ ഫിറോസ് ചുട്ടിപ്പാറ ഇക്കാൻ്റെ. അപ്പോൾ ഇതെല്ലാം വീഡിയോസുകളെല്ലാം നമ്മൾ വീഡിയോ അല്ലെങ്കിൽ ലൈവ് ഇടുമ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ, സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും വേറെ ആരുടെയും വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടരുത്. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പ്രാപ്തിയില്ലാത്ത ആളാണെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ മനോധൈര്യം ഇല്ലാത്ത ഒരു യൂട്യൂബറാണെന്നും ഇപ്പോൾ ഇതെല്ലാം വന്നിട്ട് ഇപ്പോൾ നമ്മൾ ഇടുന്ന ഓരോ കമൻറ്റും യൂട്യൂബ് ശ്രദ്ധിക്കാറുണ്ട്, അതിനെ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ യൂട്യൂബ് നമ്മൾ റെഗുലറായിട്ട് ഇടുന്ന വീഡിയോസ് യൂട്യൂബ് വന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക പറഞ്ഞാൽ, നമ്മൾ കറക്റ്റായിട്ട് വീഡിയോസുകളെല്ലാം ഇടുന്ന സമയത്ത് അവർ നമ്മളെ പ്രൊമോട്ട് ചെയ്യും, കൂടുതൽ ആളുകൾ കാണുകയും
അവർക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്ന സമയത്ത് അത് കൂടുതൽ നിങ്ങൾക്ക് ഗുണകരമാകുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മെയിനായിട്ട് ഫോളോ ചെയ്യേണ്ടത്, ഒന്ന്, വീഡിയോ ഇടുന്ന സമയം കൃത്യമായിട്ട് ഒരു ദിവസം ഒരു വീഡിയോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ചിലവർ ചോദിക്കാറുണ്ട്, നമ്മൾക്ക് ഷോർട്സ് ഒരു ദിവസം എത്ര ഷോർട്സ് ഇടാൻ പറ്റും, എത്ര ഷോർട്സ് വേണമെങ്കിലും, എത്ര ഷോർട്ട് വീഡിയോ വേണമെങ്കിലും നമുക്ക് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം നമ്മൾ ഒരു ഷോർട്ടാണ് ഇട്ടെങ്കിൽ പിറ്റേ ദിവസം അതേപോലെ തന്നെ ഒരു ഷോർട്ട് ഇടണം. അങ്ങനെ ആയിരിക്കണം. ഒരു കണ്ടിന്യൂ ഉണ്ടെങ്കിൽ മാത്രമേ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയുള്ളൂ. മാത്രമല്ല, നമ്മൾ ലോങ് വീഡിയോ ഇടുന്ന സമയത്ത് നിർബന്ധമായിട്ടും യൂട്യൂബേഴ്സ് ലോങ് വീഡിയോ ഡെയിലി ഒരെണ്ണം വെച്ചിട്ടെങ്കിലും ഇടണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടുകയും നമ്മൾക്ക് ടൈം കൂടുതൽ, അതായത് നമ്മൾ കൂടുതൽ ടൈം നമ്മളുടെ വീഡിയോസ് ആളുകൾ കാണുകയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് വരുമാനവും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് എൻ്റെ ചാനലിൽ വന്നിട്ട് ഇപ്പോൾ നമ്മൾക്ക് 23,000 സബ്സ്ക്രൈബേഴ്സ് നമ്മൾക്കിപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമ്മൾക്ക് വരുമാനമൊന്നും ഇതുവരെ നമ്മൾക്ക് ലഭിച്ചിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ കറക്റ്റായിട്ടൊരു ടൈം ഫോളോ ചെയ്തിട്ട് എല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അത് കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. അതിന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ എല്ലാവർക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ദിവസം നമ്മൾ വീഡിയോസുകൾ, ലോങ് വീഡിയോയും ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ നിർബന്ധമായിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതിന് സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്ന് പറഞ്ഞ് ആരും നെഗറ്റീവ് അടിക്കരുത്, അല്ലെങ്കിൽ പിന്നിൽ പോകരുത്. തീർച്ചയായിട്ടും ഒരു ദിവസം വരും, നിങ്ങൾക്കായിട്ടൊരു ദിവസം വരും. നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഇന്ന് കാണുന്ന എല്ലാ യൂട്യൂബേഴ്സും ഇതേപോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ തുടങ്ങിയ ആളുകളാണ്. ഇന്ന് അവരൊരു നല്ല നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഹാർഡ് വർക്കാണ്. അപ്പോൾ അതേ ഹാർഡ് വർക്ക് നമ്മൾ ഈ യൂട്യൂബിൽ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കും അതേ റിസൾട്ട് കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പിന്നെ ചില ആളുകളുടെ ചാനലുകൾ ചിലപ്പോൾ ഒരു മാസം കൊണ്ട് നല്ല ഹൈയിൽ റീച്ച് ആവും. ചിലവരുടെ ചാനൽ ചിലപ്പോൾ 1 മാസമോ 4 മാസമോ ഒക്കെ എടുക്കാം. എന്നിരുന്നാലും നമ്മൾ ഒരിക്കലും പരിശ്രമം നിർത്തരുത്. പല ആളുകളും നെഗറ്റീവ് പറയും. ചിലവരൊക്കെ കമൻറ്റിലൂടെ ആയിരിക്കും നെഗറ്റീവ് പറയുക, ചിലവർ നേരിട്ട് പറയും, ചിലവർ ഒന്നും പറയുകയില്ല, ഒരു ആക്ഷനും ഉണ്ടാവില്ല, മെസ്സേജിലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു റീപ്ലൈയും തരില്ല. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ആരെയും കാണിക്കാനോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് പോലെ ആവരുത്. തീർച്ചയായിട്ടും നമ്മളൊരു ലക്ഷ്യത്തോടു കൂടി തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന സമയത്ത്, പിന്നെ പ്രത്യേകിച്ചിട്ട് ആളുകൾ നെഗറ്റീവ് കമൻറ്റൊക്കെ ഇടുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളെപ്പോലെയുള്ള കുഞ്ഞു ചാനലുകൾ ആണ് എന്നെപ്പോലെയുള്ള, അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു ചാനൽ ഞങ്ങളും ഇപ്പോൾ ഒരു ചെറിയൊരു ചാനൽ ചെയ്യുന്ന യൂട്യൂബറാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെറിയ വീഡിയോസുകളൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾക്ക് നെഗറ്റീവും പോസിറ്റീവും എല്ലാം വരാം. പക്ഷെ നമ്മളതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു. ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കും അവർ നെഗറ്റീവിലൂടെ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കുക. ചിലപ്പോൾ വീഡിയോ നന്നായിട്ടില്ല എന്ന് പറയാം, ചിലപ്പോൾ വീഡിയോ കുറച്ചും കൂടി നന്നാവണം എന്ന് പറയാം. എന്താണെങ്കിലും നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാം. പിന്നെ എല്ലാം വന്നിട്ട് ഒന്നും ഇവിടെ വന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. നമ്മളുടെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണ ബോധത്തോട് കൂടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് 100%, അതായത് 1% 100% നമ്മൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന് നമ്മൾ കറക്റ്റായിട്ട് ട്രെയിൻ ടോപ്പുകളെല്ലാം ചെയ്ത് ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് എടുത്ത് വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ കൂടുതൽ വൈറലാകാൻ കഴിയും. മാത്രമല്ല യൂട്യൂബിൽ മാത്രമല്ല നിങ്ങൾ ഈ വീഡിയോസ് ഇടേണ്ടത്, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഒരു ഫേസ്ബുക്കിലും വീഡിയോസുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾക്ക് വീഡിയോ ഹൈ ലെവലിൽ റീച്ച് ആവാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോകളൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും, അതായത് മെസ്സേജുകളൊക്കെ ഉള്ള വീഡിയോസുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് ഷെയർ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കും. എന്തായാലും നിങ്ങളുടെ വീഡിയോസുകളെല്ലാം വലിയ റിസൾട്ടിലേക്ക് പോട്ടെ, വലിയ ഉയരങ്ങളിലേക്ക് പോട്ടെ.
അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോസ് കാണുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി വ്ളോഗ് കാണുന്ന എല്ലാവരെയും ഞങ്ങൾ സ്നേഹിക്കുന്നു. ഒരുപാട് ആളുകൾ മെസ്സേജിലൂടെയും അതുപോലെ തന്നെ കമൻറ്റിലൂടെയും അതുപോലെ തന്നെ ലൈക്കിലൂടെയും സ്നേഹം അറിയിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് നന്ദി. ഞങ്ങളുടെ കുടുംബത്തിനെ സ്നേഹിക്കുന്നതിന് ഒരുപാട് നന്ദി. ഇതുവരെ തന്ന ഓരോ സപ്പോർട്ടിനും നിങ്ങൾക്ക് കോടാനുകോടി നന്ദി രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യൂട്യൂബേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ എല്ലാം തീർച്ചയായിട്ടും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും ഇന്ന് കാണുന്ന യൂട്യൂബേഴ്സിനെ പോലെ നിങ്ങൾക്കും വളരാൻ കഴിയും. അതിന് മനോധൈര്യം ഉണ്ടാവണം. അതിന് ഫോക്കസായിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ നിലയിൽ എത്താൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോവുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ വരുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവിനോ അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.